നമസ്കാരം. കെ സുരേന്ദ്രൻ അയ്യപ്പനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്ന് വിചാരിച്ചപ്പോൾ മലയാളികൾ ഇത്രയൊന്നും കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചില്ല. വ്യക്തമായ ചില കാരണങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് കെ സുരേന്ദ്രന്റെ മാതാവ് മരണപ്പെട്ടിട്ട് 5 മാസം തികയുന്നതിന് മുൻപ് തന്നെ കെ സുരേന്ദ്രൻ എന്തടിസ്ഥാനത്തിൽ ശബരിമല ദർശനം നടത്താൻ പോയി എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനടക്കം ഉറച്ച സ്വരത്തിൽ ഇത് ചോദിക്കപ്പെടുമ്പോൾ മറുപടി നൽകാൻ BJPയുടെ നേതൃത്വം തയ്യാറാവണം. ഒരാളുടെ ബന്ധു, അടുത്ത ബന്ധു മരണപ്പെട്ട് 1 വർഷം കഴിയാതെ ദർശനത്തിന് പോകാൻ പാടില്ല എന്ന ആചാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ ശബരിമല ദർശനം നടത്താൻ പോയത്? അതോടൊപ്പം ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യവും കൂടിയുണ്ട്. 41 ദിവസത്തെ വ്രതമെടുത്ത, അതായത് കഠിന വ്രതമെടുത്ത കെ സുരേന്ദ്രൻ എങ്ങനെയാണ് ക്ലീൻ ഷേവോടുകൂടി ശബരിമല ദർശനത്തിനെത്തിയത്? ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന കെ സുരേന്ദ്രനെയും അയാളുടെ രാഷ്ട്രീയ പാർട്ടിയെയും പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് അറസ്റ്റ് മുഖേനയല്ലാതെ വേറെ ഏതു രീതിയിലാണ്? ശശികലയും അറസ്റ്റ് ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളം വർഗീയാന്തരീക്ഷം സൃഷ്ടിച്ച് 153A പ്രകാരം കേരളത്തിൽ ഉടനീളം കേസുകളുള്ള ശശികല ശബരിമല ദർശനത്തിനെത്തിയത് മറ്റു പല അജണ്ടകളെ മുൻനിർത്തി എന്നതിൽ സംശയമില്ല. 41 ദിവസത്തെ വ്രതം എടുത്തിട്ടുണ്ടോ എന്നതുപോലും വലിയ രീതിയിലുള്ള ഒരു സംശയം തന്നെയാണ്. പ്രേക്ഷകർ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. മലയാള ജനത എന്തായാലും ഇത്തരം കാര്യങ്ങൾ നെഞ്ചിലേറ്റണം. ആദ്യഘട്ടത്തിൽ ഈ ഒരു സംഭവത്തെ, സ്ത്രീ പ്രവേശനത്തെ കൃത്യമായി അനുകൂലിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്ത RSS നേതൃത്വവും BJP നേതൃത്വവും പിന്നീട് നിലപാട് മാറ്റിയത് രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ എന്നതിൽ സംശയമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് ഇവരുടെ കപടമുഖങ്ങൾ. ഒപ്പം ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തരെ ഇവരുടെ പ്രവേശനത്തോടു കൂടി വലിയ തെറ്റിദ്ധാരണകൾ അവരുടെ മേലിൽ ചൊരിയുകയാണ് ഇവർ. അതുകൊണ്ട് തന്നെ പോലീസിന് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത്. ആചാര സംരക്ഷണത്തിന് വേണ്ടി രാപ്പകൽ ഇവർ പോരാടുമ്പോൾ ഇവർ തന്നെ ശബരിമലയിൽ ആചാര ലംഘനം നടത്തുന്നു എന്ന സത്യം പൊതുജനം തിരിച്ചറിഞ്ഞു. ഒപ്പം കേരള പോലീസും തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. സംഘപരിവാർ അനുഭാവികളായിട്ടുള്ളതും സംഘപരിവാർ നേതാക്കന്മാരും ശബരിമലയെ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇവിടുത്തെ സമൂഹത്തിന്റെ ആവശ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.